ചെറുപ്പളശ്ശേരിയിലെ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. UDF ഷൊർണൂർ മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പളശ്ശേരിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കരണങ്ങൾ ജനങ്ങളെ വലയ്ക്കുകയാണെന്നും ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വന്നു പോകാനുള്ള നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത്. നഗരസഭ ഈ വിഷയത്തിൽ നിസ്സംഗത പുലർത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ടൗണിൽ നടന്ന ധർണ UDF ഷൊർണൂർ നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും ടൗണിൽ നിത്യേന വന്നു പോകുന്ന ജോലിക്കാരും ഉൾപ്പെടെ വലിയ ദുരിതമാണ് പുതിയ പരിഷ്കരണം മൂലം നേരിടുന്നതെന്ന് ടി ഹരിശങ്കർ പറഞ്ഞു. നമ്മുടെ ഈ ചർച്ചകളുടെ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെടേണ്ട, നന്നായിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്തും വിചാരിച്ച് സാധാരണക്കാരന്റെ മേക്കട്ട് കയറാൻ മുനിസിപ്പൽ ഭരണം ഉപയോഗിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണിത്. ഈ മുന്നറിയിപ്പ് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായ എല്ലാവരും നഗരസഭാ ഭരണാധികാരികളോട് പറഞ്ഞു, ഞങ്ങൾ വൈസ് ചെയർമാനോട് പറഞ്ഞു, ഞങ്ങളുടെ കൗൺസിലർമാരായ KM ഇസാക്കും ശീലജ വാഴകുന്നതൊക്കെ പറഞ്ഞു. ചില ആൾക്കാരെയൊക്കെ അധിക്ഷേപിച്ച് മുണ്ടാണ്ടിരിക്കൂ എന്ന രീതിയിലൊക്കെ സംസാരിക്കുക. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് VD സതീശനാണ്, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അല്ല. ഈ കാര്യം ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത് അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളുടെ അഭിപ്രായം മാത്രം ഇതിൽ നിലനിൽക്കില്ല, ഇതിലെല്ലാവരും വരും. ഇത് ചെറുപ്പശ്ശേരിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇവിടെ നിൽക്കുന്ന പല കടകളിലുള്ള ആൾക്കാരും ഞങ്ങളടുത്ത് ഒരുപാട് നിവേദനങ്ങൾ തന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഇവിടെ പുത്തനക്കാവിന്റെ അവിടെ വന്നാൽ ഞങ്ങൾക്ക് 30 രൂപ കൊടുക്കണം, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പിന്നെയും 30 രൂപ കൊടുത്താൽ മാത്രം ബസ് കിട്ടുള്ളൂ, സമയത്ത് എത്താൻ കഴിയില്ല. എന്തിനാ ഈ ചിത്രമാനായ നേരെ വന്നിട്ട് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അവിടെ വന്ന് തിരിച്ചു പോകൂടെ? നമ്മളിപ്പോ തിരിച്ചു വരുന്ന പറഞ്ഞപ്പോ ബസ്സൊക്കെ എങ്ങനെ നിർത്തിയിട്ട് ട്രാഫിക്കിൽ എങ്ങനെ നടത്താം? ഈ ബസ്സുകാരോട് ഇങ്ങനെ പറയാം. എന്നിട്ട് വൈചാരണം പറയാനൊരു കഴിച്ചു കണ്ടു പട്ട്. എന്താ പറയണെന്നറിയോ? നിങ്ങൾ പട്ടാമ്പി ബസ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു, പിന്നെ തറവാട് പട്ടാമ്പി ബസ്സുകാര് ഫ്രീ ആയിട്ട് പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങള് കാണിച്ചുകൊണ്ട് പോകും. എത്ര വൈകിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിയമം മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടുള്ളൂ. അപ്പൊ ഇത് നേരിടേണ്ടി വരും. നിങ്ങൾക്ക് സാധാരണക്കാരോട് ഒരു ധാർഷ്ട്യം, അഹംഭാവം എന്നുണ്ട്. ഇന്നത്തെ പോസ്റ്റുകൾ കണ്ടറിയും. ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഇട്ടുന്ന ഞങ്ങൾ ഫ്രീ യാത്ര സഹകരിക്കും. അയാൾക്ക് കൊടുക്കുന്നില്ല, പെണ്ണുങ്ങൾക്കുള്ളൂ. അയാൾ എന്ത് കിട്ടിയാണ്? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ KM ഇസാക്ക്, ശ്രീലജ വാഴക്കുന്നത്ത്, P. സുബീഷ്, ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.